ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സൈറ്റിസം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അടിപൊളി വ്ളോഗാണ്. ഇന്നലെ ചെയ്ത വ്ളോഗിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഓക്കെ, ഞാൻ ഇന്ന് പോകുന്നത് ബാൻസ്റ്റൺ ബീച്ചിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ബീച്ചിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ വരുമല്ലോ കൂടെ. ഇത് ബാൻഡ്രയിലാണ് വന്നിരിക്കുന്നത്. ബാൻഡ്ര ഇഷ്ടം പോലെ പിള്ളേർ സെറ്റുകൾ വരുന്നുണ്ട്. പിള്ളേരുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ. അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരികയാണ് ഇവിടെ ഈ ബീച്ചിൽ. എല്ലാവരും സമയം ചിലവഴിക്കാനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മേളോട്ട് പോകാം. മേപ്പോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അടുത്ത പടവുകൾ ചവിട്ടി കയറുകയാണ്. അതിനെ മുമ്പോട്ട് തന്നെ വീക്കൊണ്ടിരിക്കുന്നു. നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താറായി. എല്ലാവരും പല രീതിയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. എത്ര മനോഹരമാണ് ഈ സ്ഥലങ്ങൾ. നോക്കി ബീച്ചും കാര്യങ്ങളും. എന്താ വ്യൂ ആണ് നോക്ക് നിങ്ങൾ. നിങ്ങൾ ഇവിടെയൊക്കെ വരണം. ഇവിടെയൊക്കെ വന്ന് അതൊക്കെ കാണി എടുക്കുകയൊക്കെ വേണം. ഓക്കെ, എത്ര മനോഹരമായിട്ടുണ്ടെന്നറിയാമോ സ്ഥലങ്ങളെല്ലാം. ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ ഇവിടെയൊക്കെ വരുന്നത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല നല്ല സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത്ര മനോഹരമായ സ്ഥലങ്ങൾ. ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ട് യാത്ര ചെയ്യാനാണെങ്കിൽ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെ തിരിഞ്ഞാലും പിള്ളേരുകളാണ്. സൺസെറ്റ് വിസിൽ വീണപ്പം എല്ലാവരും സ്റ്റാൻഡ് വിടുകയാണ്. എല്ലാവരും ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡ് വിടുകയാണ്. വിസിൽ വീണ് കഴിഞ്ഞ് എല്ലാവരും ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. സമയമായി കഴിഞ്ഞ് ഇതിനകത്ത് ആരും നിൽക്കാൻ പാടില്ല. ഗേറ്റ് ക്ലോസ് ചെയ്യും. ക്രിസ്മസ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും സ്റ്റാറുകൾ വീണ് കഴിഞ്ഞു. ഇന്നിപ്പം 16 ആയുള്ളൂ. അപ്പോഴത്തേക്ക് സ്റ്റാറുകളെല്ലാം വീണ് കഴിഞ്ഞു. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഭയങ്കരമായിട്ടാണ് ഈ വട്ടം. വിദേശത്ത് കൂടുതലും ഓട്ടോകളാണ് കാണുന്നത്. മറ്റേ ടാക്സി വണ്ടികൾ കാണാറില്ല. ഓട്ടോസ് മാത്രമേ കാണാറുള്ളൂ. ഇവർക്കൊന്നും ഓരോ പോയിന്റ് കൊടുക്കും. അതിനപ്പുറം ഓട്ടോസൊന്നും പോകാൻ പാടില്ല. അതിൻ്റെ ഇങ്ങോട്ടും ടാക്സി കാറുകളൊന്നും വരാൻ പാടില്ല. ഓട്ടോകളാണ് കൂടുതലായിട്ടുള്ളത്. ഭയങ്കര ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. എല്ലാത്തരം അവസ്ഥയിലും നിൽക്കുകയാണ്. വണ്ടി മൂവായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രാഫിക് മാറി. നമ്മൾ പിന്നെയും മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം നോൺ പാർക്കിംഗ് ആണെങ്കിലും വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കയറ്റിക്കൊണ്ടാണ് വണ്ടി പോകുന്നത്. വണ്ടികൾക്കൊരു നിയന്ത്രണമില്ല. കാര്യം എല്ലാവരും ധൃതിക്കാരായതുകൊണ്ട്, സമയത്തിന് വില ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോകണം. ആരും ട്രാഫിക്ക് നോക്കുന്നില്ല. സിഗ്നൽ നോക്കാതാണ് പോകുന്നത്. നല്ല മാർക്കറ്റ് എല്ലാ സാധനവും ഇവിടെ കിട്ടും.
ഭയങ്കര തിരക്കാണ് ഇവിടെ എപ്പോഴും. ഇവിടെയൊക്കെ അനധികൃതമായിട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യുക. പാർക്കിംഗ് ബോർഡ് വെച്ചാലും അതിന് കീഴിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കാര്യം അവർക്ക് വേറെ പാർക്കിംഗ് സ്ഥലമില്ല, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പാർക്ക് ചെയ്യുന്നത്. ദൂരമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടേ പാർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ കാണുന്ന ഒരു ലക്ഷറി ഹോട്ടലാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഹോട്ടലാണ് ഇത് കാണുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഛത്രപതി ശിവാജി സ്റ്റാച്ചു. നമ്മളിപ്പം നിൽക്കുന്ന ജുഹു ബീച്ചിലാണ്. ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ഇതിവിടുത്തെ ഫേമസ് ഫുഡ് പോയിൻ്റ് ആണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാക്ക് ടു ബാക്ക് ഫുഡ്. നമ്മളാണ്ട് അകത്തോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ദഹി പാപ്പടി. നമ്മൾ ആ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ആ വെള്ളം അവിടം വരെയാണ്, ഈ കടലിലെ വെള്ളം അവിടം വരെയാണ് കയറി പോകുന്നത്. തിരുമാല അടിച്ച് അവിടം വരെ കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്ത് വേണ്ടി ദൂരെയാണ്, ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണ് വെള്ളം കയറി പോകുന്നുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് പിന്നെ 100 മീറ്റർ പിന്നെയും ഉണ്ട് അകത്തോട്ട്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ ഇവിടെ ആൾക്കാരെ നിന്ന് കാണിയെടുക്കുകയും കടലിൽ പോയി നിൽക്കുകയും നനയൊക്കെ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. ഇപ്പം സമയം ഒരു 9 മണി കഴിഞ്ഞു. 9 മണി കഴിഞ്ഞപ്പോഴും ഭയങ്കര തിരക്കാണ് ഇവിടെ. അതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് നിൽപ്പുണ്ട്. നനഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2 പേര്. വെജ് ഫ്രൈഡ് റൈസ് ആണ്. വെജ് ഫ്രൈഡ് റൈസ് അടിപൊളി ടേസ്റ്റി ഫുഡാണിത്. വെജ് ഫ്രൈഡ് റൈസ്. ക്ലോസ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടിന് പകരം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല പരിപാടിയാണ്. എന്തുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. എന്നാലും റോഡിൽ ഭയങ്കര തിരക്കാണ് റോഡിൽ. എതിരെ വെട്ടം അടിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഫോക്കസ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണത്. എതിരെ വരുന്ന വണ്ടികൾ ഡിം അടിക്കാതെ ബ്രൈറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പം അതിന് സൺഗ്ലാസ് പല ടൈപ്പുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വ്ളോഗുമായി അടുത്ത ദിവസം വരുന്നു. അതുവരേക്കും ബൈ. ഓക്കേ.